ആമേൻ. ദൈവസന്നിധിയിൽ ചെന്നാൽ അവൻ നമ്മളെ വിടുവിക്കുന്ന മറ്റൊരു സാഹചര്യത്തിൽ കർത്താവ് ഒരു കുട്ടനെ സൗഖ്യമാക്കുന്നുണ്ട്. ആ കാഴ്ച ആ വിഷയം എങ്ങനെ അവനെ പട്ടണത്തിന്റെ കൊടുത്തു എന്ന് പറഞ്ഞാൽ കർത്താവ് വിടുവിച്ചുണ്ടല്ലോ. ഇപ്പൊ ഇതൊരു സാധാരണ കാര്യമായിട്ട് എന്ത് അങ്ങ് മാറിപ്പോയി. ഒരു മറ്റേത് ആദ്യമൊക്കെ കുട്ടനെ സൗഖ്യമാക്കണം അല്ലെ എല്ലാവരും കൈകൊട്ടി സ്വതന്ത്രമല്ലേ ഒക്കെ പറയും. ഇപ്പൊ ആരും എന്ത് ചെയ്യുന്നില്ല. ഇപ്പൊ ആർക്കൊരു അനക്കമില്ല. ഈ സൗഖ്യമാക്കാൻ എന്താന്ന് പറഞ്ഞോണ്ടിരിക്കുക ചിലര്. എവനെ കൂടെ അങ്ങ് സൗഖ്യമാക്കിയാല് ദാസന്റെ കല്ലറയ്ക്ക് ചെന്ന അവന്തല്ലയോ എല്ലാവരും പറഞ്ഞത്. ഇവനെ കൂടെ അങ്ങ് ഉയർപ്പിക്കില്ല, ഇവനെ അങ്ങ് സൗഖ്യമാക്കാൻ വയ്യായിരുന്നു കർത്താവ്. ഇതൊക്കെ ഇവന്റെയൊക്കെ ചോദ്യം ഇപ്പോൾ. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നു? ഇവരെ പതുക്കെ അങ്ങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു അവനെ ഇങ്ങനെ തൊട്ടച്ച് കണ്ണൊക്കെ തുറന്ന് സ്വന്തം നീ എന്താ കാണുന്നത്? അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് മനുഷ്യരെയൊക്കെ വലിയ മരം പോലെ. ശരിയാ, ഈ മനുഷ്യരെല്ലാം നടക്കുന്ന മരം പോലെ. അവൻ പറഞ്ഞത് ശരിയാ, മനുഷ്യനെല്ലാം മരം പോലെ ഇരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ചിലർക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടില്ല. എന്നാൽ കർത്താവ് രണ്ടാം തവണ ഒന്നുകൂടെ എന്ത് ചെയ്തു? തൊട്ടു. ചിലർക്ക് രണ്ടാമതൊരു തൊട്ട് കണ്ടല്ലേ ഇത് കാണത്തുള്ളൂ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ചിലർക്ക് ഒരു വാക്ക് മതി, ചിലർ രണ്ടാമത് ഒന്നുകൂടെ തൊടണം, ചിലർ പിടിച്ചിട്ട് ശരിക്കും. എവന്റെ മുഖത്തുണ്ടല്ലോ ചെളി വാരി തേച്ചു. നമ്മൾ ഈ വായിച്ച ഈ യോഹന്നാൻ 9 അവന്റെ മുഖത്ത് തുപ്പി, ആ മുഖത്തല്ല അവന്റെ ചെളി തുപ്പി, ചേറിൽ തുപ്പി എന്ത് ചെയ്തു? കണിപ്പറ്റ. നമ്മളത് അയ്യേടാ. അവൻ ചിലപ്പോ നമ്മൾ ഇരുട്ടിൽ ഇരിക്കുന്നത് നല്ലത്. ആന എന്തോ തേക്കും അറിയാം. ചിലർക്ക് യോധന വരാത്തത് നല്ലതാ. ചിലപ്പോ എന്താ അവര് പല കാര്യങ്ങളും അറിയുന്നില്ല. കമ്മിറ്റിയിൽ നമ്മുടെ ഇവിടെ പ്രശ്നമൊന്നുമില്ല. കമ്മിറ്റിയിലെ വഴക്കും അതൊക്കെ ആരും കാണാതൊക്കെ ചിലർക്ക് പോകുന്നത് ചിലർക്ക് ഒരു വിടുതല. ചിലയിടത്തൊക്കെ നമ്മൾ പോകാതിരിക്കാൻ നല്ലത്. പ്രൈസ് ലോർഡ്. അപ്പൊ ഞാൻ ആ പറഞ്ഞ വിടട്ടെ. പ്രൈസ്. അപ്പോൾ ഇവനെ എന്ത് ചെയ്തില്ല? പക്ഷെ അതിനകത്തൊരു മർമ്മമുണ്ട് കേട്ടോ. അതിനകത്തൊരു മർമ്മമുണ്ട്. എന്താ വാസ്തവത്തിൽ കർത്താവ് അത് ചെയ്തതിന്റെ കാര്യം എന്താ? നിലത്ത് തുപ്പി ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ പുരട്ടുവാനായിട്ടുള്ള കാരണം എന്താ? കാരണം കൂടാതെ കർത്താവ് ഒന്നും ചെയ്യത്തില്ല. എന്തെങ്കിലും ഒരു കാരണമില്ലേ? എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. There should be some reason why Jesus spat on the. അതൊരു പുരുഷന്റെ സ്വഭാവം. കാണുന്നത് തുപ്പിയൊക്കെ ചില ഇവിടെ അത്രയും തുപ്പത്തില്ല. കാരണം എല്ലാവരും സെറ്റിലൂടെ. നമ്മുടെ നാട്ടിലൊക്കെ എവിടെ പോയാലും ചിലപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ നിന്നൊക്കെ നാട്ടിൽ ചിലപ്പോൾ എവിടെ നോക്കി എല്ലാവരും ചുമ്മാ തുപ്പിക്കാം. എല്ലാവർക്കും തുപ്പിക്കോളും. അപ്പൊ ഇത് ഈ പുരുഷന്റെ ഒരു സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണോ ഇത്? അതിനാണോ കർത്താവ് തുപ്പിയത്? എന്നാ തുപ്പിയതല്ലേ? ഒത്തിരി തുപ്പില്ലുണ്ട്. അന്നാച്ച ചേറുടങ്ങ് ഉണ്ടാക്കാന്ന് വെച്ചാൽ ചേറങ്ങ് ഉണ്ടാക്കി. എന്നാ ഇത് ഇവന്റെ മുഖത്തിന് എനിക്കിട്ടെന്ന് വെച്ചോണ്ട് അവന്റെ കണ്ണോട്ടങ്ങ് പെട്ടിതാണോ? ഇത് അബദ്ധം പറ്റത്തില്ല നമ്മുടെ കർത്താവ്. ഞാൻ പറയട്ടെ. പ്രൈസ്. ഞാൻ പറയാം. പ്രൈസ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ ഈ തുപ്പലിനകത്ത് DNA ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു ചെറിയ ഒരു ഇയർബഡ് കൊണ്ട് നമ്മുടെ ഇയർബഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എനിക്കറിയില്ല, കോട്ടൺ സ്വാബും കൊണ്ട് ഇപ്പൊ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് എടുത്താലും ഒക്കെ വീട്ടിലെ ഒരാൾ വരും, ഏജന്റ് വരും, വന്ന് വായിക്കാത്തോട്ട് വന്ന് ഇത് വെച്ച് വെച്ചാൽ അത് പുള്ളി പോഞ്ഞുണ്ട്. എന്തിനാ കൊണ്ടുവന്നേ? എന്തിനാ ഇത് കൊണ്ടുവന്നേ? ഇത്ര മതിയെന്ന്. ഇത്ര മതി. എവനെ കുറിച്ചുള്ളതെല്ലാം എന്ത് ചെയ്യും? വെളിപ്പെടുത്തും. എന്തോ രോഗമുണ്ട്, പുക വലിക്കുന്നതാണോ, ഇതെല്ലാം അവർക്ക് എന്ത് ചെയ്യാം? ഈ ഒറ്റ തുപ്പലും കൊണ്ട് എന്ത് ചെയ്യും? പിടിച്ചിടും. അങ്ങനെയാണ് നമ്മുടെ കർത്താവിന്റെ തുപ്പൽ. എന്തോ തുപ്പല? ഇതൊരു മർമ്മമല്ലയോ? കർത്താവ് തുപ്പിയെന്ന് പറഞ്ഞാൽ ചുമ്മാ ദേഷ്യം കോപിച്ചിട്ടും തുപ്പിയതല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സൃഷ്ടിപ്പിൽ മനുഷ്യനെ കളിമണ്ണ് കൊണ്ട് വാർത്തെടുത്തു എന്ന് പറഞ്ഞാൽ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പോരായ്മയുണ്ട്. സൃഷ്ടിപ്പിലുണ്ടായ ഒരു പോരായ്മ. സൃഷ്ടിപ്പിൽ ഇവനുണ്ടായ ഇവൻ ജനത്തിൽ തന്നെ എന്ത് ചെയ്തതാ? ഇങ്ങനെ ജനിച്ചതാ. അപ്പൊ ഇവനെ എന്ത് ചെയ്യാൻ ഒക്കത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സൃഷ്ടിപ്പിൽ വന്ന ആ പാളിച്ച ദൈവം എന്ത് ചെയ്തു? അങ്ങ് മാത്രമല്ല, രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിന്റെ DNA എന്ത് ചെയ്തു? ഇവന്റെ കണ്ണിൽ അങ്ങോട്ട് പുരട്ടി. കർത്താവിന്റെ
അതേ പ്രതിച്ഛായ കർത്താവിന്റെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഓ എത്ര പവർഫുൾ ദൈവം. അത് ചിന്തിച്ചു നോക്കിയേ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി ഇന്ന് പോയിക്കാൻ നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വചനമാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരികയില്ല. ഇന്ന് പോയിക്കാലം ദൈവം ഒരു വാഗ്ദത്തം ചെയ്ത ദൈവം ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് കർത്താവിന്റെ വാമൊഴിയാൻ അരുളി ചെയ്താൽ ഹല്ലേലൂയ, അവന്റെ ശബ്ദത്തിന് അവന്റെ വാക്കിന് അവന്റെ അത്രയും തന്നെ വിലയുണ്ടെന്നുള്ളത് മറന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് പ്രൈസ് ഗോഡ് നമ്മുടെ ജീവിതത്തിൽ ദൈവം അപ്ലൈ ചെയ്യുന്നത്. ഇന്ന് പകൽക്കാലം ദൈവം ഇതിനെ ഗ്ലോറി ടു ഗോഡ് വിടുതലില്ലാതിരിക്കുന്ന അനുഭവങ്ങളിലെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഗ്ലോറി ടു ഗോഡ് ചേർവാരി ഇന്ന് പകൽക്കാലം നിന്നെ ലജ്ജിപ്പിക്കുവാനല്ല, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ മുൻപാകെ നിന്നെ അപമാനിക്കുവാനല്ല, പലപ്പോഴും ചേർവാരി എറിയുമ്പോൾ അത് എന്തിനാണെന്ന് മനസ്സിലാകാതെ ദൈവത്തെ ചോദ്യം ചെയ്ത് പ്രൈസ് ഗോഡ് വിടുതൽ പ്രാപിക്കുവാൻ കഴിയാത്തവരായി പോകുമ്പോൾ കർത്താവ് ചേർവാരി തേച്ചിട്ട് അവനോട് പറഞ്ഞതെന്താ? നീ ശീലോവിലേക്ക് അയക്കപ്പെട്ട സ്ഥലം അവിടെ എഴുതിയിരിക്കുന്നു. അതിന്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ട സ്ഥലത്ത് നിനക്ക് പോകുവാൻ മനസ്സാണെങ്കിൽ നിനക്കുന്നുണ്ട്. അവിടെ ചെന്ന് ഈ ശുദ്ധീകരണം പ്രാപിക്കാൻ കഴുകുവാൻ ഈ അഴുക്ക് കഴുകി കളഞ്ഞാൽ നിനക്ക് എന്തുകൊണ്ട്? വിടുതലുണ്ട്. വിടുതലുണ്ട്. ദൈവമക്കൾ ഇന്ന് പോയിക്കാൾ ഞാൻ വിവേചിച്ചാ സംസാരിക്കുന്ന പ്രൈസ് ഗോഡ്. വിടുതലില്ല എന്ന് പറയുന്ന വിഷയങ്ങളിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പോയിക്കാലം അത് മാറ്റി എഴുതുവാൻ ദൈവം ആഗ്രഹിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്ന് പോയിക്കാലം ഒരു പക്ഷെങ്കിൽ നിങ്ങൾ വിചാരിച്ചേക്കാം, ഞാൻ മാത്രം എന്തിനാണ് ഈ കഷ്ടതയിൽ കൂടെ, എന്തിനാണ് ഈ ശോധനയിൽ കൂടെ പ്രൈസ് ഗോഡ് ഈ ചേറുവാരി എറിഞ്ഞ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എല്ലാവരും എന്നെ നിന്ദിക്കുന്നു, എല്ലാവരും എന്നെ ദുഷിക്കുന്നു. നീ അന്തരാന്നത് പറയത്തില്ല. പ്രൈസ് നിനക്ക് ഇച്ചിരി കാഴ്ച കൂടിപ്പോയി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാഴ്ച കൂടിയിട്ട് കണ്ണിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള പരിപാടിയൊന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പോയിക്കാൽ നമ്മുടെ അന്ധത നാം മനസ്സിലാക്കിയ, നാം ഇരുട്ടിലാണെന്ന് മനസ്സിലാക്കിയാൽ, ഇനി ചേറല്ല, മനുഷ്യർ നമ്മളെ നിന്ദിച്ചാൽ, മനുഷ്യർ നമ്മളെ പുച്ഛിച്ചാൽ, മനുഷ്യർ നിന്നയും അപവാദവും നമ്മളെ കുറിച്ച് പറഞ്ഞാൽ, ഇതെല്ലാം ചേറാകട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നിന്ന സഹിപ്പാൻ, ക്രൂശ് വഹിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് കൃപ തരും. ദൈവം നമുക്ക് കൃപ തരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം അയക്കപ്പെട്ട സ്ഥലത്തിലേക്ക് പോകാം. അവിടെ നീ കണ്ണ് കഴുകി കഴിയുമ്പോൾ നിനക്ക് വിടുതല കാഴ്ച പ്രാപിക്കാം. കാഴ്ച പ്രാപിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ അകമയുള്ള കണ്ണൊന്ന് തുറക്കട്ടെ ദൈവമക്കളെ. നമ്മുടെ കണ്ണൊന്ന് തുറക്കട്ടെ. നമ്മൾ കാണേണ്ടവനെന്ന് കാണുവാൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, കാണേണ്ടതുപോലെ ഒന്ന് കാണുവാൻ ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണൊന്ന് തുറക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നിന്റെ കണ്ണ് തുറന്നിട്ട് വേണം യേശുവിനെ 4 പേര് അറിയുവാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണ് തുറന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? യേശുവിനെ മറ്റുള്ളവരുടെ. നമ്മുടെ കണ്ണ് തുറന്നാലും പിന്നെ നമ്മളായിരിക്കുന്ന എവിടാ? ഇവനെ നേരെ പോയി പള്ളിയിലോട്ട് പോയി. പള്ളിയിൽ ചെന്നപ്പോ ആരും കാണണ്ട, ആരും അറിയണ്ട എന്ന് പറഞ്ഞ് പുള്ളി ഒരു മൂലയിലങ്ങ് ഒതുങ്ങി. എന്നാ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ ഇരിക്കാൻ ഒക്കുമോ? ഇരിക്കാൻ ഒക്കുമോ? അവരെല്ലാരും കൂടി എന്ത് ചെയ്യാൻ തുടങ്ങി? സംസാരിക്കാടാ, ഇത് നമ്മുടെ ശോശാമേന്റെ ഇല്ലയോ? ഇത് നമ്മുടെ ലീലാമ ഇല്ലയോ? ഇത് നമ്മുടെ ജോർജാൻ ഇല്ലയോ? വിടുതൽ പ്രാപിച്ചവനെ കണ്ടാൽ അറിയാം.